ഈ കേസിനെ പാർട്ടി പ്രതിരോധിക്കുന്ന കാണുന്നുണ്ട്. താങ്കളുടെ മകൾ പാർട്ടിയിലുള്ള ആളല്ല, താങ്കളുടെ മകളാണ്. നേരത്തെ ബിനീഷ് കോടിയേരിയുടെ കേസ് വന്ന സമയത്ത് താങ്കളെടുത്ത നിലപാട് അതിൽ വരട്ടെ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടി നേതാക്കൾ ഒന്നിച്ച് താങ്കളുടെ മകളെ പ്രതിരോധിക്കാൻ വേണ്ടി വരികയാണ്. അതിനെന്താ ആശ്ചര്യം? അത് ബിനീഷ് കോടിയേരിക്കും അല്ല, ബിനീഷ് കോടിയേരിക്കും താങ്കളുടെ മകൾക്കും രണ്ട് നീതിയാണോ എന്നുള്ളതാണ്. ആ സംശയം നിങ്ങൾക്കുണ്ടല്ലേ? അതെ അതെ. എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തോ? അനിൽകുമാർ. ഈയിടെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക നായകൻ താങ്കളോട് ഒരുപാട് പരിഹസിച്ചല്ലോ. അപ്പൊ എന്തു തോന്നി? അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അല്ല, ഇത്രയേറെ ചർച്ച നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളാണല്ലോ CMA. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നും ഇല്ലാന്നല്ലേ ഇതിന്റെ അർത്ഥം? സൂക്ഷിച്ച് സംസാരിക്കണം. താനും സൂക്ഷിച്ച് സംസാരിക്കണം, കിഴങ്ങൻ. അല്ല, ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണത്തിലേക്കും CMA പോകുന്നില്ല എന്നുള്ളത്. ഇല്ലാന്നാ ഞാൻ പറഞ്ഞത്. ശശിധരൻ കർത്തയുടെ കരിമണലുമായി ബന്ധപ്പെട്ടും അത് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടും ഒക്കെയാണ് CMന് ഈ രീതിയിലുള്ള പരിഗണന ശശിധരൻ കർത്ത മകളുടെ രൂപത്തിൽ കൊടുത്തതെന്നാണ്. ശുദ്ധ അസംബന്ധമാണ് അത് എന്നൊക്കെ ഉള്ളത് നേരത്തെ തന്നെ അറിയാലോ എല്ലാവർക്കും. എന്നോട് കളിക്കാൻ മാത്രം നീ വളർന്നു. നിങ്ങൾ എന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്രസമ്മേളനം ഉപയോഗിക്കരുത് കേട്ടോ. നേതാവേ, ഇന്നത്തെ ഈ സ്ഥാനവും വിലയും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി തന്നതാ, അത് മറന്ന് സംസാരിക്കരുത്. CMA സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുക എന്നുള്ളതാണല്ലോ. തുളുനാട്ടിൽ നിന്നും കള്ളപ്പയറ്റ് പഠിച്ചിട്ട് വന്ന കള്ളപ്പെടുവ ഇന്ന് ഇറങ്ങിക്കോണം. ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെ ഞാൻ പറഞ്ഞു, അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഞാനില്ല. അവിടെ നിൽക്കട്ടെ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് ഇതേ വാർത്താ സമ്മേളനത്തിൽ തന്നെ CM വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പണ്ടുണ്ടാക്കിയ കഥകളെല്ലാം കെട്ടുകഥകളാണെന്നും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ CM പോയിട്ടുണ്ട്. ഇപ്പം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇങ്ങനെ സംസ്ഥാനത്താകെ വലിയ പ്രചരണം നടക്കുമ്പോൾ അതൊന്ന് വിശദീകരിച്ച് പോകുന്നതല്ലേ CM നല്ലത്? കോടതിയിലുള്ള കേസിന്റെ മെറിറ്റ് ആ രീതിയിൽ പോയിക്കോട്ടെ. പക്ഷെ കോടതിയിലുള്ള കേസ് കോടതിയിലാണ് നേരിടേണ്ടത്, നിങ്ങളെ മുമ്പിലല്ല വിശദീകരിക്കേണ്ടത്. കോടതി നടക്കട്ടെ കാര്യങ്ങൾ. കവലച്ചട്ടമ്പി മൂത്ത് മുഖ്യമന്ത്രിയായോടാ ഞാൻ. ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫുൾ. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവലാതിപ്പെടണ്ട. നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്തമാണ്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. സാമാന്യ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് കേൾക്ക്. ഇതിലും ഭേദം പിച്ച എടുക്കാൻ പോയാൽ മതിയായിരുന്നു. ഇതുവരെ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇനി ഫ്യൂച്ചറിനെ കുറിച്ച്. കേസല്ലേ, കോടതിയിലല്ലേ, നടക്കട്ടെ. അതിന്റെ ശേഷം കാണാം നമുക്ക്.